മലയാളി ഫ്രം ഇന്ത്യ. ഡിജോ ജോസ് സാറിന്റെ സംവിധാനത്തിലുള്ള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, ഷാരിസ് മുഹമ്മദ് ആണ് റൈറ്റർ, നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഇവരുടെ മുൻകാല ചിത്രമായ ജനഗണമന ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുകയും വലിയ വിജയമായി വെച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത സിനിമ വലിയൊരു പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകൻ കാത്തിരുന്നത്. അവരുടെ പ്രതീക്ഷ ഒന്നും തെറ്റിക്കാണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പടം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ സിനിമയിലേക്കും സിനിമയുടെ കഥയിലേക്കും വരുവാണെങ്കിൽ വടക്കൻ കേരളത്തിൽ സംഗീത ജീവിതം നയിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് മൽഘോഷും ഗോപിയായിട്ട് നിവിനും മൽഘോഷായിട്ട് ധ്യാനുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ വാട്സപ്പിൽ വരുന്ന രാഷ്ട്രീയമില്ല, വാട്സപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ അറിവ് വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. മൽഘോഷ് ഒരു ഐക്യു ലെവൽ കുറവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളി കാണിക്കുന്ന പല പ്രശ്നങ്ങളിലും ഗോപി പോയി പങ്കെടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെ മൽഘോഷ് ചെയ്തൊരു പ്രശ്നത്തിൽ ഗോപി പങ്കാളിയാകുന്നു. പക്ഷെ ആ പ്രശ്നം വലിയൊരു പ്രശ്നമായി ആളിക്കത്തുന്നു. അവസാനം നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ വീട്ടുകാരെല്ലാം ചെയ്തിട്ട് ഗോപിയെ നാട് കടത്തുന്നു, ഗൾഫ് കൺട്രിയിലേക്ക് കടത്തുന്നു. അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഗോപിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയുടെ ഒരു കഥാതത്വം. ഈ സിനിമയുടെ നായിക കഥാപാത്രമായിട്ട് വന്ന അനശ്വരന് സിനിമയിൽ വലിയ റോളൊന്നുമില്ല, 1-2 സീൻ മാത്രമേ ഉള്ളൂ. നായിക എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് വന്നു പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ സിനിമയ്ക്ക് വലിയ നായിക പ്രാധാന്യമൊന്നുമില്ല. കാരണം ഗോപി എന്ന് പറഞ്ഞ ക്യാരക്ടർ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ ലൈൻ അടിക്കുക, അല്ലാണ്ട് വലിയ പ്രണയത്തിനോടോ അല്ലെങ്കിൽ ആത്മാർത്ഥ്യമൊന്നുമില്ല. കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ച് അവർ ലൈൻ അടിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന്റെ പിന്നാലെ പോയി ശല്യപ്പെടുത്തുന്നു, അല്ലാണ്ട് ഈ പുള്ളിക്ക് വലിയ ആത്മാർത്ഥ്യമൊന്നുമില്ല പ്രണയത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ ആ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യം. ഇതിൽ ഗോപിയുടെ അമ്മയുടെ കഥാപാത്രമായ സുമയുടെ റോള് ചെയ്യുന്നത് മഞ്ജുപിള്ളയാണ്. മഞ്ജുപിള്ള നല്ല രീതിയിലാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. മഞ്ജുപിള്ളതിന് മുമ്പുള്ള ഫാലിമി അല്ലെങ്കിൽ മുമ്പുള്ള ഹോമിലൊക്കെ അമ്മ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ വേഷം തന്നെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയിട്ട് വരുന്നത് തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാ അമ്മയിലും ഒരു പുതുമയുള്ളതുകൊണ്ട് നമുക്ക് അത്രയും വിഷയമില്ല. പക്ഷെ ഇനി വരുന്ന അമ്മ വേഷങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് ചെയ്യുക, കാരണം അത് ടൈപ്പ് കാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് മഞ്ജുപിള്ള ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ സലീം കുമാർ ചെയ്തൊരു കഥാപാത്രമാണ് ഹംസ എന്ന് പറഞ്ഞ കഥാപാത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് നോക്കേണ്ടെങ്കിൽ ഹംസ പോലത്തുള്ള ഒരുപാട് കഥാപാത്രം നമ്മുടെ ചുറ്റുപാടുണ്ട്. കാരണം അവരെ പോലെയൊക്കെ ഉള്ളവരുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ വലിയ വർഗീയതയിലേക്ക് പോകേണ്ടത് ഇപ്പോഴും സാഹോദര്യത്തിൽ ജീവിക്കാൻ കാരണം ഇങ്ങനെയുള്ള ഹംസമാർ കാരണമുണ്ട്. അതുകൊണ്ട് ഹംസ എന്ന് പറഞ്ഞ ക്യാരക്ടറൈസേഷൻ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ അതിമനോഹരമായി ചെയ്യുകയോ ചെയ്തു. ഈ സിനിമ സീൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണ് കളഞ്ഞു പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി വർക്കായ സീനാണ്. എല്ലാവർക്കും ആ സീൻ വർക്കാവുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തീരുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ സീൻ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിരുന്നു. ഈ ഗോപിയുടെ അയൽവക്കത്ത് ഒരു ഉമ്മ താമസിക്കുന്നുണ്ട്. ഉമ്മ ഒറ്റയ്ക്കാണ്. ഉമ്മയുടെ മകൻ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്, ഷെരീഫ് എന്നാണ് പേര്. അപ്പോൾ ഉമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഗോപിയുടെ അമ്മ സുമ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഒരു സുപ്രഭാതത്തിലെ ഒരു പോലീസുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് അവർ ചോദ്യം ചെയ്യുന്നു. അന്വേഷിച്ചപ്പോൾ ഉമ്മയുടെ മകൻ തീവ്രവാദ സംഘടനയിൽ ചേരാൻ പോയി, അതുകൊണ്ട് ചോദ്യം കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ആ പ്രശ്നത്തിലൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് ഉമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം ഉമ്മയെ കാണാൻ ചെല്ലുകയും എന്താണ് ഉമ്മ എന്ന് ചോദിച്ചാൽ ഉമ്മനെ കെട്ടിപ്പിടിക്കുന്ന സീനുണ്ട്. അപ്പോൾ ഉമ്മ ഒരു നിസ്സഹായാവസ്ഥയോടെ കൂടി സുമയെ നോക്കുന്ന സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ആ സീൻ ഭയങ്കരമായിട്ട് എനിക്ക് കണക്ട് ആയി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞൊരു സീനാണ്. എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കുന്നില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ആ സീൻ കണക്ട് ആയത്. ഒരു എലി കഥാപാത്രമുണ്ട്. ഗോപിയുടെ വീട്ടിൽ വസിക്കുന്ന ഒരു എലിയാണ്. ശരിക്കും വീട്ടുകാർക്ക് ഭയങ്കര ശല്യമായിട്ടൊരു എലിയാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കട്ടുമുടിച്ച് തിന്ന് നടക്കുന്ന ഒരു എലി. ഇതേ അവസ്ഥ തന്നെയാണ് ഗോപിയുടെ അവസ്ഥ. വീട്ടുകാർക്ക് ഭയങ്കര ശല്യമായിട്ട് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ വീട്ടിലുള്ള മുഴുവൻ തിന്നു കുടിച്ച് അങ്ങനെ സുഖിച്ചു കിടക്കുന്ന ഒരു കഥാപാത്രമാണ് ഗോപിയുടേത്. അപ്പൊ ഇവർ രണ്ടുപേരെയും കൊണ്ട് ശല്യം ഏറ്റവും കൂടുതലുള്ളത് ഗോപിയുടെ അമ്മയായ സുമിക്കാണ്. അപ്പൊ ഇവർ രണ്ടുപേരെ ഒരേ സമയത്ത് കിണയിൽപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. ആ സീനിലൂടെ അവർ ഇൻഡോർ പഞ്ച് കാണിച്ചത് നല്ലൊരു അറ്റംപ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻഡോറിന് ശേഷം സിനിമ വേറെ തലത്തിലേക്കാണ് കഥ പറഞ്ഞു പോകുന്നത്. നാട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഗൾഫിലേക്ക് എത്തിപ്പെടുന്ന ഗോപി അവിടെ ഒരു നല്ലൊരു ജോലി ഓഫീസൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ചെന്നെത്തുന്ന ഒട്ടകത്തിനെ മേയ്ക്കുന്ന ഒരു ജോലിയിലേക്കാണ്. അവിടെ ആകപ്പാടെ ഉള്ളത് ഒരു പാകിസ്ഥാനി സൂപ്പർവൈസറാണ്. സംഗീതം നയിച്ച ഗോപിയെ സംബന്ധിച്ചോളം പാകിസ്ഥാനിയായിട്ട് ഒരിക്കലും പുറത്തുവിടാൻ പറ്റില്ല. പക്ഷെ പോകെ പോകെ രണ്ടുപേരും ഇണക്കങ്ങളും പിണക്കങ്ങളായിട്ട് വലിയ ചങ്ങാതിമാരായി മാറുന്നുണ്ട്. പാകിസ്ഥാനി കഥാപാത്രം ചെയ്തിരിക്കുന്നത് ദീപക് തേജ് എന്ന് പറഞ്ഞ ആക്ടറാണ്. അദ്ദേഹത്തിന് മുമ്പ് കമ്മത്ത് സത്യ മുതലായ സിനിമകളിലൊക്കെ വേഷമിട്ടിട്ടുണ്ട്. നല്ല രീതിയിലാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഈ സിനിമ ക്ലൈമാക്സിൽ ഗോപി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ആവശ്യമായിട്ട് പാകിസ്ഥാനിൽ പോയി രംഗമുണ്ട്. അപ്പൊ റിവ്യൂസ് ഒക്കെ ഇപ്പൊ ഇടയ്ക്ക് കണ്ടപ്പോൾ അവർ പറഞ്ഞു പാകിസ്ഥാനിൽ പോകാന്ന് പറഞ്ഞ പെട്ടെന്ന് വിസ അടിച്ച് കിട്ടില്ല, അത് ലോജിക്കില്ലായ്മയായി തോന്നി എന്നൊക്കെ പറഞ്ഞ് റിവ്യൂകളിൽ കുറെ ഈ സിനിമയെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്, ആ പോർഷനൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോജിക്ക് നോക്കിയാൽ നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ലോജിക്ക് നോക്കിയാൽ സിനിമ അതേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ലോജിക്കൊന്നും എല്ലായിടത്തും പ്രായോഗികമല്ല. അപ്പൊ നമ്മൾ സിനിമ ഇമോഷണലൊപ്പം അങ്ങ് സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ ആവേശം സിനിമ എല്ലാവരും കണ്ടാണ്. ആ സമയത്ത് ക്ലൈമാക്സ് ഫൈറ്റില് രംഗണ്ണ അടിക്കാൻ വേണ്ടി പാണ്ടിലോർ നിറച്ചു ആൾക്കാർ വരുന്നുണ്ട്. രംഗണ്ണ എല്ലാവരും അടിച്ചു വരുന്നുണ്ട്. അത് ലോജിക്കുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ അതുപോലെ സിനിമയെ ആസ്വദിച്ചാൽ മാത്രമാണ് എല്ലാ സിനിമയും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ലോജിക്ക് അന്വേഷിച്ച് പോകാണ്ടിരിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നും. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിന് സമ്മാനിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കണ്ടാണ് അത്രത്തോളം വർഗീയ വിഷയമാണ് എല്ലാവരും തുപ്പിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന് ആപ്റ്റായിട്ടൊരു സിനിമയാണ് ഈ സിനിമ. അതുകൊണ്ട് ഫാമിലി അടക്കം എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, വിജയിപ്പിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാലം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇനി നല്ല വീഡിയോസ് ഇട്ട് വന്നവരെ